കാശ്മീരിലേക്ക് ട്രിപ്പ് പാക്കേജ് ഒന്നും എടുക്കാണ്ട് സ്വന്തമായിട്ട് പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, എന്നാൽ ആ ഒരു നിങ്ങൾ പോകുമ്പോൾ വരുള്ള ഒരു കോസ്റ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ കുറഞ്ഞ രീതിയിൽ പാക്കേജ് നിങ്ങൾക്ക് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? ബാ പറഞ്ഞുതരാം. ഈ ഒരു വീഡിയോ കാശ്മീരിലേക്ക് ട്രിപ്പ് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല കാണേണ്ടത്, എന്നെങ്കിലും ലൈഫിൽ ഒരിക്കൽ കാശ്മീരിലേക്ക് പോകണമെന്ന് പ്ലാൻ ആയിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്ക്. സബീറാണ്, വെൽക്കം ബാക്ക് എഫ് വ്ലോഗേഴ്സ്. അപ്പോൾ അതിനുമുമ്പ് നമ്മുടെ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്ത സമയത്ത് അവിടുത്തെ വീഡിയോ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വരുന്ന ലിങ്ക് ഉണ്ടല്ലോ, ഇതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ട്രാവൽ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ബ്രീഫ് ഐഡിയ അല്ല, ഡീറ്റെയിൽ ആയിട്ടുള്ള ഐഡിയ തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യാത്ര ചെയ്യാൻ പ്ലാൻ ചെയ്ത് നടക്കാനാണ് നിങ്ങളെങ്കിൽ പാക്കേജ് എടുക്കാതെ പോകുന്നതിനേക്കാളും കുറഞ്ഞ പൈസക്ക് നിങ്ങൾക്ക് പാക്കേജ് കിട്ടുന്ന പാക്കേജ് ഉണ്ടതിനെ കുറിച്ചിട്ടാണ്. കാര്യം കത്തിയില്ലല്ലേ പറഞ്ഞുതരാം. ട്രിപ്പ് പാക്കേജ് എടുത്ത് പോകുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, നമ്മൾ ഗ്രൂപ്പൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാൻ അതിനൊന്നും നമുക്ക് ചിലപ്പോൾ ടൈം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാണ് നമ്മൾ ഓവിയോ ടൂറിന്റെ ഒരു പാക്കേജിൽ യാദൃശ്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കാശ്മീരിൽ പോകാനായിട്ടുണ്ടായിട്ടോ. അപ്പോൾ അവരുടെ പാക്കേജ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ പാക്കേജ് കസ്റ്റമൈസ്ഡ് പാക്കേജാണ്. അതായത് നിങ്ങൾ സെൽഫായിട്ട് പോകുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ ഒരു പാക്കേജ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാശ്മീരൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് ഡയറക്റ്റ് കേരളത്തിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് കാശ്മീർ പോയിട്ട് കാശ്മീർ മൊത്തം ചുറ്റി കണ്ടിട്ട് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ആകുന്ന രീതിയിലുള്ള പാക്കേജാണ്. അങ്ങനെയുള്ള പാക്കേജ് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് ശ്രീനഗർ വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റോ ഇനി ട്രെയിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് ശ്രീനഗർ വരാനുള്ള ട്രെയിൻ ടിക്കറ്റോ അവർ പ്രൊവൈഡ് ചെയ്യും. ട്രെയിൻ ടിക്കറ്റിന് ഒരു എമൗണ്ട് നമുക്ക് നോർമലി വരുന്ന പ്രൈസ് ഉണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ ഇപ്പോൾ ചെറിയൊരു ചാർജ് തന്നിട്ട് ഈ ടിക്കറ്റ് മാത്രമാണ് അവർ നമുക്ക് തരിക. അപ്പോൾ നമ്മളതിൽ ട്രാവൽ ചെയ്യണം. അപ്പോൾ നമ്മളൊരു അഡീഷണൽ കോസ്റ്റ് അവർക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മളവിടെ സൈറ്റ് സീൻ എത്തി കഴിഞ്ഞാൽ പോകുന്ന വണ്ടികളും അതുപോലെ ഫുഡൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളതായിരിക്കും അവർ നമുക്ക് തരിക. അപ്പോൾ അതിനൊക്കെ അവർ ഒരു മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടുള്ള ഒരു എമൗണ്ട് അവരെന്ത് ചെയ്യാറുണ്ട്, കാൽക്കുലേറ്റ് ചെയ്ത് വാങ്ങാറുണ്ട്. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മളെടുത്ത് ട്രെയിൻ ടിക്കറ്റ് നമ്മളെടുത്ത് നമ്മൾ ശ്രീനഗറിലെത്തി കഴിഞ്ഞിട്ട് നമ്മൾ സെൽഫായിട്ട് പോയ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സൈറ്റ് സീന് വേണ്ടിയിട്ട് ഒരു വണ്ടി വിളിക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് മിനിമം നിങ്ങൾ 5000 to 6000 ഒരു ദിവസത്തേക്ക് നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ 4 ദിവസം കറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു വണ്ടിക്ക് ഏകദേശം എത്ര രൂപ കോസ്റ്റ് വരും എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇവിടെയാണ് ഈ ഒരു ഓവിയോ ടൂറിൻ്റെ ഒരു പാക്കേജ് എന്നെ ഒരുപാടായിട്ട് കൺവിൻസ് ചെയ്തത്. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് ശ്രീനഗർ വരിക, അത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ക്യാഷ് കൊടുത്തിട്ട് ട്രെയിൻ ടിക്കറ്റോ ഫ്ലൈറ്റ് ടിക്കറ്റോ നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണ്, സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിൽ യാത്ര ചെയ്യുക, എ സിയിലാണെങ്കിൽ എ സിയിൽ യാത്ര ചെയ്യുക. ഇനി ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ നിങ്ങൾക്ക് ഏതാണോ കൺവീൻസ് നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ ശ്രീനഗറിലെത്താം. ഇപ്പോൾ ശ്രീനഗറിലെത്താൻ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഖത്രയിൽ നിന്ന് ഡയറക്റ്റ് ശ്രീനഗറിലേക്ക് വന്ദേ ഭാരത് അവൈലബിൾ ആണ്. കേരളത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇതേ ട്രെയിനിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിന് നിങ്ങൾ ഖത്രയിൽ എത്തിയിട്ടൊന്ന് മാറി കയറുക മാത്രമേ വേണ്ടുള്ളൂ. കാരണം കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിൽ നിന്ന് എല്ലാ വെള്ളിയാഴ്ചയും വരുന്ന ഹിമസാഗർ ട്രെയിനിൽ നിങ്ങൾക്ക് ഖത്ര വരെ പോകാൻ പറ്റും. വെള്ളിയാഴ്ച ഉച്ചയോടുകൂടി തിരുവനന്തപുരത്ത് നിന്നൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിങ്കളാഴ്ച രാവിലെ 11-12 മണിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ശ്രീ മാതാ വൈഷ്ണോദേവി ഖത്ര സ്റ്റേഷനിലേക്ക് എത്താൻ പറ്റും. അവിടുന്ന് ഉച്ചയ്ക്ക് 2:45 വന്ദേ ഭാരത് ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് 3 മണിക്കൂർ നിങ്ങൾക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രീനഗറിലെത്താൻ പറ്റും. ശ്രീനഗറിൽ ഒരു 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞ ഓവിയോ ടൂറിൻ്റെ ഹോട്ടലിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. കേരളത്തിൽ നിന്ന് ഹിമസാഗറിലെ ട്രെയിനിലും അതുപോലെ വന്ദേ ഭാരതിലുള്ള യാത്രയെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ റെക്കമെൻഡ് ലിസ്റ്റ് വീഡിയോ ഉണ്ടല്ലോ, അതൊന്നും നിങ്ങൾ കണ്ടാൽ മതി. ഇനിയാണ് ഈ ഓവിയോ ടൂറിൻ്റെ പാക്കേജിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഫുഡ് ആഡ് ചെയ്യേണ്ട. കാരണം ഫുഡ് ആഡ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാക്കേജ് ഇവരുടെ പാക്കേജ് എന്നല്ല ആരുടെ പാക്കേജ് ആയാൽ പോലും നമുക്ക് ഫുഡിനൊരു എമൗണ്ട് അവർ അഡീഷണൽ ചാർജ് ചെയ്യും. കേരള ടു കാശ്മീർ റിട്ടേൺ പാക്കേജ് ആണെങ്കിൽ അതിനൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ തരുന്നുണ്ടെങ്കിൽ അതിനൊരു അഡീഷണൽ ചാർജ് ചെയ്യും. അതുപോലെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ഒരു ചാർജ് ആഡ് ചെയ്യും. ഗുൽമർഗിലും സോൻമർഗിലും പഹൽഗാമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ അതിന് അവിടെ പോയി അവിടുത്തെ ലോക്കൽ വണ്ടി നമ്മളെ വിളിക്കണം. ഇനി നമ്മളിപ്പോൾ സെൽഫായിട്ടാണ് പോകണമെങ്കിൽ സെൽഫായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊരു ശ്രീനഗറിലെത്തി അവിടുന്ന് ടാക്സി വിളിച്ച് സെൽഫായിട്ട് ഗുൽമർഗ് പഹൽഗാം സോൻമർഗ് പോയി കഴിഞ്ഞാൽ പോലും അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വണ്ടിയോടെ പാർക്ക് ചെയ്തിട്ട് പിന്നീട് അവരെ വണ്ടിയിൽ വേണം 0 പോയിന്റ് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ പോകാൻ, അല്ലെങ്കിൽ കുതിരയെ ഹയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ബഗ്ഗി ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. അതൊരു അഡീഷണൽ സെപ്പറേറ്റ് എക്സ്പെൻസ് തന്നെയാണ്. അത് ഒരു പാക്കേജും പ്രൊവൈഡ് ചെയ്യുന്നില്ല. നിങ്ങൾ സെൽഫായി പോയിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല, ഇനി പാക്കേജ് എടുത്ത് പോയിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നമുക്ക് ആകെ സേവ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്ക് 4 പകല് നമ്മൾ കാശ്മീരിലുണ്ട്. ഈ 4 പകല് നമ്മൾ സ്വന്തമായിട്ടൊരു വണ്ടി വിളിക്കുമ്പോൾ 5000, 6000, 7000 ഇതായിരിക്കും പ്രൈസ് റേഞ്ച് ഒരു ദിവസത്തിന് ഉണ്ടാവുക. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ്റെ കോസ്റ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലിക്ക് കംഫർട്ടായ റൂമൊക്കെ വേണം. ആ റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ദിവസത്തിന് 2500 to 3000
അങ്ങനെ 5 നൈറ്റ് നമ്മൾ ട്രെയിൻ യാത്ര ആയതുകൊണ്ട് 5 നൈറ്റ് എന്തായാലും കാശ്മീരിൽ നമ്മൾ താമസിക്കുന്നത് നിർബന്ധിതമാണ്. കാരണം 4 ദിവസം സൈറ്റ് സീന് വരുന്നത്. ഒരു ദിവസം ലോക്കൽ സൈറ്റ് സീൻ ആണെങ്കിൽ ഒരു ദിവസം പഹൽഗാം, ഒരു ദിവസം സോൻമാർഗ്, ഒരു ദിവസം ഗുൽമാർഗ്. പിന്നെ 5ാമത്തെ ദിവസം അവിടെ താമസിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ശ്രീനഗറിൽ നിന്ന് കത്രയിലേക്കൊക്കെ വരാൻ പറ്റുള്ളൂ. അപ്പോൾ 5 നൈറ്റ് നമ്മൾ കമ്പൽസറി ആയിട്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 5 ദിവസത്തിൻ്റെ ഒരു ദിവസത്തിൻ്റെ 2000 വെച്ച് റൂമിൻ്റെ പ്രൈസ് നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കും, എത്ര രൂപ വരും? 5 ദിവസത്തെ ഈ റൂമിൻ്റെ പ്രൈസും 4 ദിവസത്തെ സൈറ്റ് സീന് വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, അതാണ് നിങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു V200 പാക്കേജ് നിങ്ങളോട് എടുക്കണം എന്ന് പറഞ്ഞത് കേട്ടോ. നിങ്ങളിൽ ആളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവരെ പ്രൈസ് റേഞ്ച് കുറക്കാൻ പറ്റുന്നുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഫുഡ് ആഡ് ചെയ്യേണ്ട. ഇവരെ പാക്കേജ് എന്നല്ല, ആരെ പാക്കേജ് ആയാലും നിങ്ങൾ ഫുഡ് ആഡ് ചെയ്യേണ്ട. കാരണം ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അവർ തരും, അതിനവരൊരു അഡീഷണൽ ചാർജ് ചെയ്യും. ചിലപ്പോൾ നമുക്കൊരു 100-150 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് 4 പേർക്ക് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. കാരണം ഒരു ദാൽ കറിയും 4 ബട്ടർ റൊട്ടിയും നാനോ റൊട്ടിയും വാങ്ങി കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് 4 പേർക്ക് കൂടിയിട്ട് കഴിക്കാൻ പറ്റും. കാശ്മീരിലെ ഫുഡൊക്കെ ഏകദേശം അതുപോലെയുള്ളതൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പെർ ഹെഡ് 150-200 കൊടുക്കുന്നതിന് പകരം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതായിരിക്കും ലാഭം. അപ്പോൾ ഈ ഒരു പാക്കേജിൽ നിന്ന് ഫുഡ് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ബെസ്റ്റ് നിങ്ങൾ എടുക്കേണ്ടത് ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസും പിന്നെ അതുപോലെ തന്നെ ഇവരുടെ റൂംസ് ആണ് എടുക്കുന്നത്. അത് അങ്ങനെ ഒരു പാക്കേജ് ആയിട്ടാണ് ഇവർ കൊടുക്കുന്നുണ്ട്. ഇവർ നോർമലി പാക്കേജിൽ കൊടുക്കുന്നത് നമ്മൾ ഫസ്റ്റ് ദിവസം, അതായത് ശ്രീനഗറിൽ എത്തിയിട്ട് താമസിച്ചിട്ട് 2ാം ദിവസം രാവിലെ നമ്മൾ നേരെ പോകുന്നത് ശ്രീനഗർ ലോക്കൽ സൈറ്റ് സീൻ കാണാൻ വേണ്ടിയിട്ടാണ്. ലോക്കൽ സൈറ്റ് സീൻ എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്നത് അവിടുത്തെ ലോക്കൽ മസ്ജിദ്സും അതുപോലെ തന്നെ ദാൽ ലേക്കിൽ ഷിക്കാരയുടെ കാണാൻ വേണ്ടി പോകുന്ന ഒരു ദിവസമാണ്. ഷിക്കാരയുടെ ഒരു പാക്കേജിൽ നമുക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് ഇവർ കൊടുക്കുന്നുണ്ട്. പിന്നെ 2ാം ദിവസം നമ്മൾ പോകുന്നത് ഗുൽമർഗാണ്. ഗുൽമർഗിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് ഗുൽമർഗിലേക്ക് ഏകദേശം 2.5 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇവർ പ്രൊവൈഡ് ചെയ്യും. ഇവർ നിങ്ങൾക്കൊരു സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടാവും, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡ്രൈവർ ഉണ്ടായിരിക്കും. അവർ നിങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് ഗുൽമർഗിൽ ഇറക്കുന്നു. പിന്നെ അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവരെ പാക്കേജ് എന്നല്ല, വേറെ ആരെ പാക്കേജ് എടുത്തു കഴിഞ്ഞാലും പിന്നെ അവിടെ പോയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടതാണ്. ഫുൾ പാക്കേജ് എടുത്തു വന്നു കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി 3ാം ദിവസം പോകുന്നത് സോൻമാർഗ് ആയിരിക്കും. സോൻമാർഗ് ഏകദേശം ശ്രീനഗറിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര വരുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ വിത്ത് ഡ്രൈവർ അടക്കം ഇവർ പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ എത്ര പേരാണോ അത്ര അനുസരിച്ചുള്ള ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. പുറത്തുനിന്നുള്ള ആൾക്കാരുണ്ടാവില്ല. ആളുടെ എണ്ണം കൂടുന്നത് ഒരു കണക്കിന് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം നിങ്ങൾക്ക് ഇവരെ പ്രൈസ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എങ്ങനെ പ്രൈസ് കുറയുന്നുള്ളത്. പിന്നീട് പോകുന്നത് പഹൽഗാമിലേക്കാണ്. പഹൽഗാമിലേക്കും ഇതേ അവസ്ഥ തന്നെയാണ്. ഏകദേശം 2 മണിക്കൂർ യാത്ര ശ്രീനഗറിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ പോയിട്ട് നമ്മൾ അന്ന് അവിടെ പോയിട്ട് അവിടുത്തെ സൈറ്റ്സിനും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോടാ. പിന്നീട് നമ്മൾ ശ്രീനഗറിൽ വന്ന് താമസിക്കുകയാണ്. കാരണം അന്ന് രാത്രി നമുക്ക് തിരിച്ച് ശ്രീനഗറിൽ നിന്ന് പോകാനുള്ള ട്രെയിൻ അവൈലബിൾ അല്ല. ഫ്ലൈറ്റ് ആണെങ്കിൽ പോകാം, പക്ഷേ ട്രെയിൻ ആണെങ്കിൽ അവൈലബിൾ ഇല്ല. ഇനി ബസ്സിനായാൽ പോലും ടാക്സി വിളിച്ച് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് യാത്ര മുഷ്കിലാണ്. അപ്പോൾ അത്യാവശ്യം ടയർഡൊക്കെ ആയിരിക്കും. അപ്പോൾ അന്ന് രാത്രി താമസിക്കാനുള്ള റൂം ഇവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഇനി ഇവരുടെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതിനുമുമ്പ് കാശ്മീരിൽ നിങ്ങൾ പാക്കേജ് എടുത്ത് പോയി കഴിഞ്ഞാലും ഇനി പാക്കേജ് എടുക്കാതെ പോയി കഴിഞ്ഞാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്ത കുറച്ച് ചിലവുകളുണ്ട്. ആ ചിലവുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഈ റെക്കമെൻഡ് ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഇവരുടെ 2025 പ്രൈസിന്റെ ചാർട്ടാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ചാർട്ട് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. നിങ്ങൾ ബാച്ചിലേഴ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 9 പേരുണ്ടെന്നുണ്ടെങ്കിൽ പെർ ഹെഡ് നിങ്ങൾ കൊടുക്കേണ്ടത് വെറും 3600 രൂപയാണ്. ഇനി 8 പേരാണെങ്കിൽ 3700, 7 പേരാണെങ്കിൽ 4000, 6 പേരാണെങ്കിൽ 4500. അങ്ങനെ നിങ്ങളിൽ ആളുടെ എണ്ണം കൂടുതലനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൈസ് കുറച്ച് വരാൻ പറ്റുന്ന ഒരു പാക്കേജ് ആണ് കേട്ടോ. ഇനി കപ്പിൾ പാക്കേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 കപ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പിളിൽ നിങ്ങൾ കൊടുക്കേണ്ടത് 10,500 രൂപ മാത്രം. അപ്പോൾ ഈ പ്രൈസ് ലിസ്റ്റ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്ക്. കാശ്മീരിലേക്ക് ഇപ്പോൾ ഈ വീഡിയോ കണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പോകണമെന്നില്ല. നിങ്ങളൊരു 2-3 മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കാശ്മീരിലേക്ക് പോകണമെന്ന് പ്ലാനായിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഹിംസാഗർ ട്രെയിനിലേക്ക് നിങ്ങൾ എന്നാണോ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ട്രെയിനിലേക്കുള്ള ടിക്കറ്റ് ഇപ്പോൾ തന്നെ എടുത്ത് വെച്ചേക്ക്. വളരെ കംഫർട്ടായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ശ്രീനഗർ വരെ എത്താൻ പറ്റും. നിങ്ങൾ പോകുന്നതിൻ്റെ 1-2 മാസം മുൻപായിട്ട് ഈ പാക്കേജ് വിളിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. ഇവരെ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇവർ പ്രൈസ് ലിസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. ആ പ്രൈസ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എത്രയാണ് നിങ്ങൾക്ക് കോസ്റ്റ് വരുന്നുള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ട്രാവൽ ബഡ്ജറ്റ് വീഡിയോസിനായിട്ട് FJ Vlogs അക്കൗണ്ട് ഉണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും.